സനാതനധർമ്മത്തിലെ ഏറ്റവും വലിയ ശക്തി മാതൃത്വത്തിൻ്റേത് ആണെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി ബ്രഹ്മചാരി മോക്ഷ അമൃത ചൈതന്യ. ഡൽഹിയിൽ നടന്ന ആദി യോഗി ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ സംസ്കാരത്തിലെ സ്ത്രീ ശാക്തീകരണവും ഗൃഹസ്ഥാശ്രമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴാണ് മാതൃത്വം എന്നത് ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാതലെന്ന് ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ പറഞ്ഞത്. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി എപ്പോഴും പറയുന്നതുപോലെ സ്ത്രീയുടെ ശക്തി മാതൃത്വം തന്നെയാണ്. പാശ്ചാത്യ രീതികൾ പിന്തുടരുന്നവർ സ്ത്രീ ശാക്തീകരണത്തെ പാശ്ചാത്യ ഫെമിനിസത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം എന്നത് പുരുഷനെ അനുകരിക്കലല്ലെന്നും അത് സ്ത്രീയുടെ സഹജമായ കരുത്തും മാതൃത്വവും തിരിച്ചറിയലാണെന്നും ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ പറഞ്ഞു. അമ്മ പറയുന്നത് പോലെ പുരുഷന്മാരുടെ കാർബൺ കോപ്പി ആകാതെ മാതൃത്വവും സ്വത്വബോധവും നിലനിർത്തി സ്ത്രീകൾ മുന്നോട്ടു പോകണം. സ്ത്രീകൾക്ക് ആവശ്യമായ അവസരങ്ങളും വിഭവങ്ങളും ബഹുമാനവും പുരുഷന് തുല്യമായി തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അമൃതശ്രീ ഉൾപ്പെടെയുള്ള അമ്മയുടെ പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ നാരിക്ക് सबसे बड़ी शक्ति है उसका मातृत्व. इसीलिए नारी शक्ति के पर्यायवाची रूप के हम मातृशक्ति भी कहते हैं. नारी शक्ति को एक पर्यायवाची शब्द के रूप में अम्मा जैसे महात्मा अपने जीवन के द्वारा हमारे हृदयों में उस मातृत्व की शक्ति को जगाने का सतत प्रयास करते हैं कि अगर नारी अपनी मातृत्व शक्ति को पहचान ले तो वो विश्व में सबसे ऊंचे शिखर पर पहुंच सकती है. मातृशक्ति का अर्थ केवल बच्चे पैदा करना नहीं है. मातृशक्ति में सृजन के साथ साथ निस्वार्थता, त्याग, करुणा और मार्गदर्शन देने की क्षमता भी निहित है. വിവാഹം വെറുമൊരു ആഡംബര ചടങ്ങായി മാറുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. കുടുംബം യാഥാർത്ഥ്യമാക്കാൻ സനാതനധർമ്മത്തിലൂടെ കഴിയൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗർഭസംസ്കാരം എന്നത് അമ്മയുടെ ഗർഭപാത്രത്തെ ക്ഷേത്രം പോലെ കാണുന്ന ഒന്നാണ്. പക്ഷേ ആധുനിക കാലത്ത് അതിന് മാറ്റം വന്നു. തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.